ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാം വളരെ നന്നായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പുകവലിയുടെ പരസ്യത്തിൽ കാണുന്ന മാതിരി ഒരു ഫാമിലി, നല്ല ജോലി, നല്ല വരുമാനം, നല്ല വീട്, നല്ല കാറ്, ഇതൊക്കെയുണ്ട്. പക്ഷെ എനിക്ക് ഒന്നിനും ഒരു സന്തോഷമില്ല, ഒരു രസം ഇല്ല, ഒന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിലൊക്കെ എന്തർത്ഥമാണ് ഉള്ളത്? ജീവിച്ചിട്ട് ഒരു കാര്യമില്ല ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഇത് പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക വീട്ടിൽ, കുടുംബത്തിൽ ഒരു ദേഷ്യമായിട്ടോ, സ്പൗസിനോടുള്ള പ്രശ്നങ്ങളായിട്ടോ, അല്ലെങ്കിൽ വീട്ടിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നങ്ങളായിട്ടോ. ജോലി സ്ഥലത്തൊക്കെ വളരെ ഹൈ പെർഫോമിംഗ് ആയിരിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു വിഷയവും ഉണ്ടാവില്ല. പക്ഷെ ഉള്ളില് ഇയാൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഒന്നും ശരിയാവുന്നില്ല, ഞാൻ എവിടെയും എത്തുന്നില്ല, ജീവിച്ചിട്ട് അർത്ഥമില്ല, മരിച്ചു കളയാം. ഇതിങ്ങനെ കുറേ കാലം കൊണ്ട് മനസ്സിലിരുന്ന് ആലോചിച്ച് ഇവർ വളരെ വ്യക്തമായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകുന്ന കേസുകൾ കാണാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഈ അറ്റംപ്റ്റ് ആയിട്ട് കാണുമ്പോൾ ആൾക്കാർ ഞെട്ടുകയാണ്, ഇയാൾക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണ്, എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് ഇത് ചെയ്യാൻ നോക്കുന്നത്. സോ ഡിപ്രഷൻ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന മാതിരി കരച്ചില്, വിഷമം, സങ്കടം പറച്ചില്, മടിച്ചിരിക്കുക, ഇത് മാത്രമായി കൊള്ളണമെന്നില്ല. പലപ്പോഴും സൈലന്റ് ആയിട്ടുള്ള സഫറിങ് ആയിരിക്കും. അത് പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മനസ്സിലാക്കോ, എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ആവോ എന്നൊക്കെ കരുതിയിട്ട് ആൾക്കാർ പറയില്ല. സോ ഇഫ് യു ആർ സഫറിങ്, ഇങ്ങനെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഹെൽപ്പ് സീക്ക് ചെയ്യും. ഈ മടുപ്പ്, ചടപ്പ്, താല്പര്യമില്ലായ്മയൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫർദർ മറ്റ് അത്യാഹിതങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്.